മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന് 1-ാം നാളിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയെ ധ്യാനിച്ച് കർത്തൃമുമ്പാകെ നന്ദി അർപ്പിക്കുന്ന ഈ സമയത്ത് തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യത്തിൻ്റെ ഒരംശം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ദാവീദ് രാജാവ് ദൈവം മനുഷ്യനോട് ഇടപെടുന്ന, മനുഷ്യനെ തേടി വരുന്ന മനോഹരമായ അനുഭവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുന്നത്. പരിഗണനയ്ക്ക് അർഹതയില്ലാത്ത മനുഷ്യനെ അന്വേഷിച്ച് കടന്നുവരുന്ന കർത്താവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. തിരുവെഴുത്തിൽ വിവിധ നിലകളിൽ ഈ വാക്യത്തെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ കർത്താവ് നമ്മെ സന്ദർശിച്ചു എന്ന സത്യമാണ് ഈ വാക്യത്തിലൂടെ പ്രകടമാകുന്നത്. ഇത് കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെയും ക്രൂശുമരണ അടക്ക പുനരുത്ഥാനത്തെയും വെളിപ്പെടുത്തുന്ന സത്യമായി 2-ാം അധ്യായം എബ്രായ ലേഖനം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചരിത്രപരമായ സന്ദർശനത്തെക്കുറിച്ച്, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സന്ദർശിച്ച ആ സന്ദർശനത്തെ സംബന്ധിച്ച് 1-2 വേദഭാഗങ്ങൾ കൂടെ ശ്രദ്ധിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാം വാക്യം, ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പുരോഹിതനായ സഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നടത്തുന്ന പ്രവചന വാക്കുകളാണ് ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ കരുണ നിമിത്തം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 43-ാം വാക്യത്തിൽ നിന്റെ സന്ദർശന കാലം എന്ന് കർത്താവ് യെരുശലേമിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ കർത്താവ് മനുഷ്യനെ സന്ദർശിച്ച കാലമാണ് 33.5 വർഷം. അതിൽ 3.5 വർഷം സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രായേലിൻ്റെ നടുവിൽ ജീവിച്ച ആ കാലം, അത് ദൈവീക സന്ദർശനത്തിൻ്റെ കാലമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മെ സന്ദർശിച്ച കാലം, ആ സന്ദർശന വേളയിൽ മനുഷ്യൻ്റെ പരിതാപകരമായ സ്ഥിതി കണ്ടു, പാപത്തിൻ്റെ ആഴം കണ്ടു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ
മനുഷ്യരെ കണ്ടു, സഹായിപ്പാൻ ആരുമില്ലാത്ത മനുഷ്യരെ കർത്താവ് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരെയും രക്ഷിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. അങ്ങനെ പ്രസാദം തോന്നി ആ സന്ദർശനത്തിൻ്റെ ഒടുവിലായി നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കേണ്ടതിന് നമ്മുടെ യഥാർത്ഥ പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ളതാണ് ആ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഗുണവും. ഇവിടെയാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഇതേ 8-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണ്. 2:6 മുതൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അപ്പോൾ നമ്മെ സന്ദർശിച്ച ഒരു നല്ല കർത്താവ്. എന്തിനാണ് സന്ദർശിച്ചത്? നമുക്ക് നന്മ തരാൻ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ ഭാവിക്ക് മാറ്റം തരാൻ. എന്തായിരുന്നു നമ്മുടെ ഭാവി? പാപം സംബന്ധിച്ച് മരിച്ച് നിത്യനരകത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. എന്നാൽ സ്വർഗത്തിലെ കർത്താവ് നമ്മളെ സന്ദർശിച്ചപ്പോൾ, യാതൊരു യോഗ്യതയുമില്ലാതെ കിടന്ന നമ്മെ സന്ദർശിച്ചപ്പോൾ, നമ്മുടെ എല്ലാ പ്രശ്നവും ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു. എൻ്റെയും നിങ്ങളുടെയും മരണം ആസ്വദിച്ച് അനുഭവിക്കുവാൻ സന്ദർശിച്ച സന്ദർശനമായിരുന്നു അത്. നമ്മെ നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ, കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യദണ്ഡനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, എന്നേക്കും ദൈവത്തിൽ നിന്നകന്ന് പോകേണ്ടിയിരുന്ന നമ്മെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള സന്ദർശനമായിരുന്നു അത്. ആരെ സന്ദർശിച്ചു? എന്നെ. ഞാനാരാ? നമ്മളാരാ? പാപത്തിൻ്റെ അഗാധതയിൽ കിടന്നവർ, പാപത്തിൻ്റെ താഴ്ചയിൽ കിടന്നവർ. അങ്ങനെയുള്ള നമ്മെ സ്വർഗത്തിലെ ദൈവം സന്ദർശിച്ചു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവ് നമ്മെ തേടി ലോകത്തിലേക്ക് വന്ന് നമ്മെ സന്ദർശിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി, ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ഒരിക്കൽ നമ്മെ സന്ദർശിച്ചു. അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. നാം ഈ ഭൂമിയിൽ കർത്താവിനെ സ്വീകരിച്ച് ജീവിക്കുന്നവരാ. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി ആരാധിച്ച് തുടരാം. എന്നാൽ ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവ് വരും. ഒരിക്കൽ വന്നത് നമ്മുടെ ന്യായവിധി മാറ്റി പാപത്തിന് മോചനം വരുത്തി നമ്മെ രക്ഷിക്കാനാണ് നമ്മെ സന്ദർശിച്ചതെങ്കിൽ ഒരിക്കൽ കൂടി കർത്താവ് വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് ഇരുകൂട്ടരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടുക്കപ്പെടുകയും ചെയ്യുന്ന മനോഹരമായൊരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മെ ഒരിക്കൽ സന്ദർശിച്ചവൻ എന്നേക്കുമായി തൻ്റെ അടുക്കിലേക്ക് സ്വീകരിക്കുവാൻ വരുവാൻ പോകുകയാണ്. ആ കഴിഞ്ഞ അനുഭവങ്ങളെ നാം വിലയിരുത്തുമ്പോൾ എന്നെയും നിങ്ങളെയും സന്ദർശിക്കുവാൻ ദൈവത്തിനു പ്രസാദം തോന്നി. ദൈവം മനുഷ്യനെ സന്ദർശിച്ചു. ദൈവം നമ്മെ സന്ദർശിച്ചു. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തി രക്ഷിച്ചിരിക്കുന്നു. ആ സന്ദർശനത്തിൻ്റെ ചിന്തകൾ തിരുവെഴുത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ സന്ദർശിക്കാൻ ഞാൻ എന്തുമാത്രം, നീ എന്നെ സന്ദർശിച്ചല്ലോ, നീ എന്നെ രക്ഷിച്ചല്ലോ, നീ എന്നെ വിടുവിച്ചല്ലോ. എല്ലാ മഹത്വവും കർത്താവെ അങ്ങേക്കെന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി അർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.